ഹരീന്ദ്രനും ഭാര്യയും ടീമും നടത്തിയ ഇൻകം ടാക്സ് റെയ്ഡ് നിധി വിചാരിച്ച ഫലം കണ്ടില്ല. പവിത്രൻ CKCയുടെ വീട്ടിലുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് അവിടെ റെയ്ഡ് എന്ന വ്യാജേന പവിത്രനെ അന്വേഷിച്ചിറങ്ങിയതെങ്കിലും CKC ബുദ്ധിപരമായി തന്നെ നീങ്ങി പവിത്രനെ അവിടെ നിന്നും മാറ്റി. പവിത്രൻ അവസാനമായി വന്നത് CKCയുടെ വീട്ടിലാണെന്ന് പവിത്രന്റെ ഭാര്യ മായയിൽ നിന്നും നിധിക്കറിയാൻ കഴിയും. അതുകൊണ്ട് നിധിയുടെ പവിത്രനിലേക്കുള്ള അന്വേഷണം ചെന്നെത്തുന്നത് CKCയുടെ വീട്ടിലേക്കാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി CKC പവിത്രനെ വീട്ടിൽ നിന്നും മാറ്റി. പവിത്രനെ CKCയുടെ ഓഫീസിലേക്കാണ് ഗുണ്ടകൾ കൊണ്ടുവന്നത്. ശിവാനി അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞ് ഓടി വരുന്നു. എന്നാൽ അമ്മയ്ക്ക് യാതൊരു അസുഖവുമില്ലെന്ന് കാണുന്നു. ശിവാനിയും അമ്മയും കൂടി അച്ഛനെ ചീത്ത പറയുന്നു. അമ്മയ്ക്ക് യാതൊരു അസുഖവും ഇല്ലാത്തത് കൊണ്ടാണോ നീ ചീത്ത പറയുന്നത് എന്ന് അച്ഛൻ ചോദിക്കുന്നു. അച്ഛൻ്റെ പിരി ഇളകിക്കിടക്കുകയാണെന്ന് അമ്മ പറയുന്നു. അതെ, അന്ന് ഇവൾ എന്നെ ചവിട്ടി വീഴ്ത്തിയപ്പോൾ എൻ്റെ തല ചെന്നിടിച്ചതുകൊണ്ട് എൻ്റെ ചില പിരികളൊക്കെ ഇളകിയിട്ടുണ്ടെന്ന് അച്ഛനും പറയുന്നു. ശിവാനിക്കൊരു സംശയം. നിധിയുമായി ചേർന്ന് അച്ഛൻ ശിവാനിക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. എന്താണെന്നറിയില്ല. സാവധാനത്തിൽ കണ്ടുപിടിക്കണമെന്നും അമ്മയോട് പറയുന്നു. തിരിച്ചെത്തിയ ശിവാനിയോട് ജ്യോതിർമയി പറയുന്നു ശിവാനിയുടെ അച്ഛൻ്റെ നുണപ്രചരണവും ഇവിടെ നടന്നതൊക്കെ വെച്ച് നോക്കിയാൽ എല്ലാത്തിനും പിന്നിൽ നിധിയാണെന്ന് പറയേണ്ടി വരും. ഇവിടെ എന്താണ് നടന്നതെന്ന് ശിവാനി ചോദിക്കുന്നു. ഇവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. അതും അച്ഛനുമായി എന്ത് ബന്ധം? അച്ഛൻ ആരുമായും ഒരു ബന്ധവുമില്ല. അതിനിവിടെ വന്നവർ ശരിയായ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരല്ലായിരുന്നു. പിന്നെ അവർ ആരായിരുന്നു എന്ന് ശിവാനി ചോദിക്കുമ്പോൾ നിധി അയച്ചവരായിരുന്നു. CKCയുടെ വീട്ടിൽ എന്തോ കാര്യത്തിന് വന്ന ഒരാളെ പോലീസ് അങ്ങോട്ട് കയറ്റിയില്ല. ഇൻകം ടാക്സ് റെയ്ഡ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അയാൾ ഉടനെ തന്നെ CKCയോട് വിളിച്ചു പറയുന്നു. അത് കേട്ടതും CKCക്ക് സംശയമായി. CKC ഉടനെ തന്നെ കൂടെ നിൽക്കുന്ന ഇൻകം ടാക്സ് ഓഫീസറെ വിളിച്ചു ചോദിക്കുന്നു. അയാൾ പറയുന്നു അങ്ങനെ ഒരു റെയ്ഡ് നടന്നിട്ടില്ല എന്ന്. CKC വീട്ടിൽ നടന്ന കാര്യമറിയാൻ ജ്യോതിർമയെ വിളിക്കുന്നു. എന്നാൽ ജ്യോതിർമയി ഫോൺ എടുക്കുന്നില്ല. ഉടനെ തന്നെ അയാൾ വീട്ടിലേക്ക് വരുന്നു. ഹരീന്ദ്രനും കൂട്ടർക്കും പവിത്രനെ CKCയുടെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. CKC അവിടെ നിന്നും വീട്ടിലേക്ക് വരുന്ന വിവരം നിധി മനസ്സിലാക്കുന്നു. നിധി നിർമ്മലാൻറ്റി വഴി CKCയുടെ ഓഫീസിൽ ഒളിപ്പിച്ചു വെച്ച മൈക്രോഫോൺ വഴിയാണ് CKC വീട്ടിലേക്ക് മടങ്ങുന്ന വിവരം മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ ഹരീന്ദ്രനോടും കൂട്ടരോടും CKCയുടെ വീട്ടിൽ നിന്നും മടങ്ങാൻ നിധി പറയുന്നു. CKC ഗുണ്ടകളെ കൂട്ടി സ്വന്തം ഓഫീസിലേക്ക് പവിത്രനെ കൊണ്ടുവന്ന് ഒരലമാരിയിൽ അയാളുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് കയ്യും കാലും കെട്ടിയിട്ട് മുഖത്ത് സ്പ്രേ അടിച്ച് കിടത്തുന്നു. അതിനുശേഷം ഓഫീസിലെ CCTV ക്യാമറ ഓഫാക്കുന്നു. അതിനിടയിൽ നിധി നിർമ്മലാൻറ്റി വഴി വെച്ച മൈക്രോഫോൺ CKCയുടെ കൈതട്ടി താഴെ വീഴുന്നു. CKC അതെടുത്തു നോക്കുന്നു. ആരോ മനഃപൂർവ്വം വെച്ചതാണെന്ന് CKC മനസ്സിലാക്കുന്നു. നിർമ്മലാൻറ്റിയെ കണ്ടെത്തുമോ എന്നറിയില്ല. അതിനു മുൻപ് തന്നെ അലമാരിയിലിരിക്കുന്ന പവിത്രനെ നിർമ്മലാൻറ്റി കണ്ടെത്തണം. നിർമ്മലാൻറ്റിയാണ് ചായ കൊടുക്കാൻ നിൽക്കുന്ന സ്ത്രീ എന്നറിഞ്ഞാൽ പവിത്രനെയും നിർമ്മലാൻറ്റിയെയും CKC കൊല്ലാൻ പോലും മടിക്കില്ല. നിധി നിർമ്മലാൻറ്റി വഴി കൊണ്ടുവച്ച മൈക്രോഫോൺ കണ്ടെത്തിയ CKC മറ്റൊരു നാടകം കളിക്കുന്നു. നിധിയെ വീഴ്ത്താൻ വേണ്ടി അയാൾ മൈക്രോഫോൺ വഴി നിധി കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നു. പ്രണവിനെയും പവിത്രനെയും കൊന്നു കുഴിച്ചു മൂടണമെന്ന്. അത് കേൾക്കുന്ന നിധി എവിടേക്ക് വരണം. അതിനുവേണ്ടിയാണ് CKC എങ്ങനെ പറയുന്നത്. നിധി CKC കുഴിച്ച കുഴിയിൽ വീഴുമോ? പ്രണവ് വീട്ടിലെത്തിയെന്ന വിശ്വാസത്തിൽ ജയിലിൽ ഗൗതമിനെ കാണാനെത്തുന്ന നിധിയോട് ഗൗതം സംസാരിക്കുന്നു. ഗൗതമിനോടൊന്നും സംസാരിക്കാനാകാതെ നിൽക്കുന്നു നിധി. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെന്ന് നിധി പറയുന്നു. പവിത്രൻ ചതിക്കുമെന്ന് എനിക്കറിയാമായിരുന്നെന്ന് ഗൗതം പറയുമ്പോൾ നിധി പറയുന്നു പവിത്രനല്ല CKCയാണ് നമ്മളെ വീണ്ടും ചതിച്ചത്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.